നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉപയോഗമുള്ളൊരു വീഡിയോ ചെയ്യാൻ കരുതി. അതായത് കുറേ ദിവസമായി കാണും ഞാൻ ഈ ഹോം റെമഡീസൊക്കെ ചെയ്തിട്ട്, ഫേസ് പാക്കോ ഹെയർ പാക്കോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് ടാൻ റിമൂവൽ പാക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. വെയിലൊക്കെ അടിച്ച് കരിഞ്ഞ് പണ്ടാറടങ്ങിയിട്ട് ഞാൻ ഒരു മണ്ണാങ്കട്ടയും ചെയ്യാറില്ല. സൺസ്ക്രീൻ പോലും ചില ദിവസങ്ങൾ സ്കിപ്പ് ചെയ്യും. അപ്പം എന്നെപ്പോലുള്ളവർക്ക് ഉപയോഗപ്പെടും. സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ വീട്ടിൽ വെയിൽ കൊള്ളാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ടാനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിപ്പോവും. പക്ഷേ എല്ലാവർക്കും പിന്നെ അതേപോലെ എൻ്റെ കണക്ക് അധ്വാനിക്കുന്നവർക്കൊന്നും അത് പറ്റത്തില്ലല്ലോ. വെയിൽ കൊണ്ടല്ലേ പറ്റും. ഞാൻ ശരിക്കും ഒരു വ്ളോഗറൊക്കെ ആയ ഫീലായി. ഇത് കണ്ടില്ലയോ, സ്റ്റാൻഡൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചു. സോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. ഒരു മൊത്ത പാക്കറ്റ് ഞാൻ മൂടോടെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. എൻ്റെ മൈക്ക് ഓഫായിപ്പോയി. എനിക്ക് അത് കുത്തിയിട്ടിട്ട് പിന്നീട് എടുത്ത് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുക്കുക. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഈ തൈര് ചുമ്മാ മുഖത്തിട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരുമെന്നാണ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നത്. ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമ്മുടെ ഈ ടാനൊക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഈ തൈരിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഗോതമ്പ് പൊടി ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇടാം. ഞാൻ മിക്കപ്പോഴും ഗോതമ്പ് പൊടിയായിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം എനിക്കത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇച്ചിരി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കണ്ട ഇത് നമുക്ക് വൃത്തിയും മെനക്കൊക്കെ ചെയ്യണം കേട്ടോ. കൈയിട്ടൊന്നും ഇതാണെങ്കിൽ ഇളക്കരുത്. എനിക്ക് സ്പൂണൊക്കെ എടുക്കാനുള്ള മടി കാരണം പിന്നെ നമ്മൾ കൈ കൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനങ്ങിങ്ങനെ ഇളക്കുക. ഇച്ചിരി കൂടെ വേണമായിരുന്നു, അതിലേക്ക് മതി. ഇച്ചിരി ഒരു 1-2 നുള്ളും മഞ്ഞപ്പൊടിയും കൂടി ഇടും. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇളക്കി കൊണ്ടുവന്നു. നമുക്ക് ഇടാം. എനിക്കാണെങ്കിൽ തൈരൊക്കെ തിന്നാൻ തോന്നും. ഇങ്ങനെ ഞാൻ ചുമ്മാ സ്പൂണിലൊക്കെ കോരി കഴിക്കും. ഇങ്ങനെ ഈ മഞ്ഞപ്പൊടിയുടെയൊക്കെ മണം അടിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര തിന്നാനുള്ള ടെൻഡൻസി. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ഇടുന്ന കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്ന് ഈ മൈക്ക് ഓഫായ കണക്ക് ഫോണും ഓഫാകും. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് വരാം. ഗൈസ്, നമ്മളിതിടുമ്പം കഴുത്തിലിടാൻ മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കഴുത്തിലിടാൻ. കാരണം ഈ ഡ്രസ്സിലൊക്കെ ആവും. പിന്നെ ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കാൻ തന്നെ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ട് എന്നെപ്പോലെ അവരത് കഴുത്തിലിടണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഴുത്തിലിട്ടിരിക്കുന്നത്. ശരിക്കും ഈ പാക്ക് ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇടാനാണ് എനിക്കിഷ്ടം. ഇതിപ്പം വെള്ളം പോലെയായി കുളകുളാന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തൈരെടുത്ത് വെച്ചിട്ട് ഗോതമ്പ് പൊടി കാണാതെ ഇവിടെ എല്ലാം തേരാപ്പാര നടന്ന് തൈര് അലിഞ്ഞു പുളിഞ്ഞൊരു പരുവായി. അപ്പോൾ അത് വെള്ളം പോലെയായി. പിന്നെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും റിസൾട്ട് കിട്ടും, പേടിക്കണ്ട. ഗൈസ്, അപ്പം ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്ത് മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. കണ്ട ഒരു 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 തേജസ്സും മോജസ്സും ഒക്കെ ഇല്ലേ മുഖത്തിന്. ശരി, എൻ്റെ കയ്യിലൊക്കെ ടാനുണ്ട്. ഇതൊന്നും ഇത്രയൊന്നും ഇരുന്ന് മെനക്കെടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. കുറേ നാളിന് ശേഷം ഇടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ബ്രൈറ്റായ ഫീല്. അപ്പോൾ ഇത്ര ഉള്ളോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ വേണമെങ്കിൽ പറ. ഞാൻ പണ്ടങ്ങനെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ എപ്പോഴേലുമൊക്കെ ചെയ്തിട്ടുള്ളതോ ഇപ്പോൾ ചെയ്യുന്നതോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ ശരി, ബൈ, ഗുഡ് നൈറ്റ്.